Now we will see the normal forms in discrete mathematics, and you are already familiar with these normal forms in digital, and this is almost similar to that. So let's start. Let A of P1, P2, etc. Pn be a statement formula where P1, P2, etc. Pn are the atomic variables. To determine whether the given formula is a tautology or contradiction or contingency, we have used the truth tables. But the construction of truth tables may not be practical in all cases. We therefore consider other procedures known as reduction to normal forms, also called canonical form. And there are mainly two types, conjunctive and disjunctive normal forms. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ എ ആൻഡ് ബി എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ അവിടെ തന്നിരിക്കുന്ന വേരിയബിൾസ്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് വേരിയബിൾസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റോമിക് വേരിയബിൾസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടോളജി ആണോ, അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ ആണോ, അതല്ലെങ്കിൽ കോണ്ടിൻജൻസി ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ട്രൂത്ത് ടേബിൾസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ കേസിലും നമുക്ക് ഇത്തരം ട്രൂത്ത് ടേബിൾസ് അപ്ലിക്കബിൾ ആവണം എന്നില്ല. കാരണം ഒരുപാട് വേരിയബിൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഒരുപാട് വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒരു പക്ഷേ നമുക്കത് ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പോൾ അത്തരം കേസസിൽ നമ്മൾ ഇത്തരം ട്രൂത്ത് ടേബിൾസിനേക്കാളും നമ്മൾ അതിന് യൂസ് ചെയ്യുന്നുണ്ടാവുക, റിഡക്ഷന് യൂസ് ചെയ്യുന്നുണ്ടാവുക നോർമൽ ഫോംസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ റിഡക്ഷന് യൂസ് ചെയ്യുന്ന ഇത്തരം പ്രൊസീജിയേഴ്സിനെയാണ് നോർമൽ ഫോംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കനോണിക്കൽ ഫോംസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, കൺജങ്ക്റ്റീവും മറ്റൊന്ന് ഡിസ്ജങ്ക്റ്റീവും. Before that, we have to get familiar with the terms elementary sum, elementary product, factor and all. So what is mean by an elementary sum? A product or conjunction of the variables and their negations in a formula is called elementary product. Conjunction എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞിരുന്നു? പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ദ പ്രൊഡക്റ്റ് ഓർ കൺജങ്ഷൻ ഓഫ് ദി വേരിയബിൾസ് ആൻഡ് ദ നെഗേഷൻസ് ഇൻ എ ഫോർമുല ഈസ് കോൾഡ് വാട്ട്? എലമെൻ്ററി പ്രൊഡക്റ്റ്. Let A and B be two atomic variables, then A and B, negation A and B, A and negation B, A and negation A, negation A and B are the elementary product. And sum or disjunction of the variables and their negations in a formula is called the elementary sum. Let A and B be two atomic variables, then A or B, negation A or B, A or negation B, A or negation A, negation B or negation A are called the elementary sum. And any part of elementary sum or product which itself is an elementary sum or product is called a factor of the given elementary sum or product. Let negation A and B and negation B be an elementary product, then negation A and B, B and negation B are the factors of the given elementary product. A necessary and sufficient condition for an elementary product or sum to be false or true is that it contains at least one pair of factors in which one is the negation of the other. Okay, അപ്പോൾ ഒരു വേരിയബിളോ അതിൻ്റെ നെഗേഷനോ ചേർന്നിട്ടുള്ളതാണ് എന്ത്? അത് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? കൺജങ്ഷൻ എന്ന് പറയും. നേരെ മറിച്ച് അതൊരു സം ആണെങ്കിൽ അതിനെന്ത് പറയും? ഡിസ്ജങ്ഷൻ എന്ന് പറയും. അപ്പം അതിലൊരു വേരിയബിളും അതിലൊരു നെഗേഷനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം എലമെൻ്ററി പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിനൊരു സം, അത് ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ സം ആകുമ്പോൾ അത് ട്രൂ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഒരു പേരെങ്കിലും എന്തായിരിക്കണം?
ഒരു പേരെങ്കിലും നെഗേഷൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കതിന് എന്ത് പറയാൻ വേണ്ടി പറ്റൂ, എലമെൻ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ എലമെൻ്ററി സം എന്ന് പറയാൻ വേണ്ടി പറ്റൂ. എലമെൻ്ററി പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്കവിടെ ഫോൾസ് കണ്ടീഷനാണ് നമുക്കവിടെ ചെക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു വേരിയബിൾ അതിൻ്റെ നെഗേഷൻ അവിടെ എടുക്കുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും, അവിടെ ഫോൾസ് ഉണ്ടായിരിക്കും, ഫോൾസ് ആണ് അവിടെ വരിക. നേരെ മറിച്ച് സമ്മിൻ്റെ കേസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വേരിയബിളും അതിൻ്റെ നെഗേഷനും തമ്മിലുള്ള ഒരു ഓർ ആണ് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ സം ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എടുക്കുമ്പോൾ അത് ട്രൂ കണ്ടീഷനായിരിക്കും നമ്മൾ അവിടെ എടുക്കുന്നത്. അതാണ് ഈ എലമെൻ്ററി പ്രൊഡക്റ്റും എലമെൻ്ററി സം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വേരിയബിൾസിൽ ഒരു വേരിയബിളും അതിൻ്റെ നെഗേഷനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഈ ഒരു ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നെഗേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് ഈ ഒരു രീതിയിൽ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് അതിനെന്തായിട്ട് പറയാം, ഫാക്ടറായിട്ട് പറയാം. അതായത് ഒരു എലമെൻ്ററി സം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, അതിനുള്ളിൽ തന്നെ നമുക്ക് ഇത്തരത്തിലൊരു എലമെൻ്ററി സമ്മോ പ്രൊഡക്റ്റോ കിട്ടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഫാക്ടറാണ് ആ ഒരു എലമെൻ്ററി സം ഓർ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫാക്ടറാണ് ആ ഒരു പാർട്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോംസ്. In the case of disjunctive normal forms, a formula which is equivalent to a given formula and consists of a sum of elementary product is called a disjunctive normal form of the given formula. Okay, a formula which is equivalent to a given formula and consists of a sum of elementary product is called a disjunctive form of the given formula. അപ്പോൾ ഡിസ്ജങ്ക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, സമ്മാണ് അല്ലേ, സം ഓഫ് എലമെൻ്ററി പ്രൊഡക്റ്റ് ആണ് ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം. അല്ലെങ്കിൽ SOP, സം ഓഫ് പ്രൊഡക്റ്റ്, സം ഓഫ് എലമെൻ്ററി പ്രൊഡക്റ്റ് ആണ് ഒരു ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ this is an example for disjunctive normal form, and here A, P and Q means P and Q. This is a product and we are taking the sum of the product. So P and Q or negation P and R, etc. So these are the sum of the product, elementary product. Then the procedure to obtain a disjunctive normal form. If the connective, implies or double implies appear in the given formula, then the equivalent formula can be obtained by replacing these symbols with and, or and negation, and next apply the negation to the formula or to the part of the formula and not to the variables. And using the De Morgan's law, apply negation to variables. Then repeated application of distributive laws will give the required DNF. Okay. So in the last session I have already told, if there is a P implies Q, then we have to convert this using the connectives, that is negation of P or Q. So we have to replace this symbol with this one. Okay. സോ എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇപ്പോൾ ഇംപ്ലൈസ് ആർ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള കണ്ടീഷൻ ഉള്ള ഡബിൾ ഇംപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം, ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണം, ആൻഡ് ഓർ നെഗേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നെഗേഷൻ അപ്ലൈ ചെയ്യണം, ആ ഒരു ഫോർമുലയിൽ നെഗേഷൻ അപ്ലൈ ചെയ്യുക. ദെൻ ഡി മോർഗൻസ് ലോ വെച്ച് നമ്മൾ ആ നെഗേഷൻ ഓരോ വേരിയബിളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് നമ്മുടെ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. P and Q implies R and negation P and Q implies R. P and Q implies R and negation P and Q implies R to
disjunctive normal form. By using distributive law, we can convert this to negation P or Q or R and P and Q or R. Okay, so we are just simply applying this formula here. Then next one, conjunctive normal form. A formula which is equivalent to a given formula and consists of a product of elementary sums is called a conjunctive normal form of the given formula. The method of obtaining a conjunctive normal formula is similar to that for DNF. Okay, അപ്പോൾ conjunctive normal formula എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ product of sum ആണ് അല്ലേ, product of sum. അപ്പം നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റ് അതിൻ്റെ സമ്മാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DNF പറഞ്ഞ കാര്യം എന്താണോ അതുപോലെ തന്നെയാണ് CNFനെയും നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡബിൾ ഇംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു, കണക്റ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് നെഗേഷൻ ആൻഡ് ഓർ യൂസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോർമുലയിലേക്ക് നെഗേഷൻ അപ്ലൈ ചെയ്യുന്നു. ദെൻ ഡിമോർഗൻസ് ലോ, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, so this is an example. A implies B and C. So we can simply replace this implication with negation A or B and C. The negation A or B and negation A or C. Then we will get the answer. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്? നമ്മൾ ഇംപ്ലിക്കേഷൻ റീപ്ലേസ് ചെയ്തു, നെഗേഷൻ A or B and C. ദെൻ പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്കിതിന് ഏത് രീതിയിൽ മാറ്റി, നെഗേഷൻ A or B ആൻഡ് നെഗേഷൻ A or C. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് സം കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം. ലെറ്റ് P and Q be two propositional variables. Consider P and Q, P and negation Q, negation P and Q, and negation P and negation Q. This formula is called min terms. This formula is called min terms. For a given formula, the equivalent formula consisting of disjunctions of min terms only is known as its principal disjunctive normal forms. Such a normal form is called the sum of product canonical form. അപ്പോൾ പ്രിൻസിപ്പൽ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയുമ്പോൾ അത് ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമായിട്ട് എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് നമുക്ക് പറയാം. സോ ഇവിടെ രണ്ട് പ്രൊപ്പോഷണൽ വേരിയബിൾസ് ആണുള്ളത്, പിയും ക്യൂവും. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തൊക്കെ ഫോമുല ഉണ്ടാക്കാം, എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ്? P and Q, P and negation Q, negation P and Q, negation P and negation Q. And these formulas are called min terms. അതാണ് min terms എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദ ഗിവൺ ഫോർമുല ദ ഇക്വാലൻറ്റ് ഫോർമുല കൺസിസ്റ്റിംഗ് ഓഫ് ദ ഡിസ്ജങ്ഷൻസ് ഓഫ് min terms. min termsൻ്റെ ഡിസ്ജങ്ഷൻസ് ആണിത്. അപ്പം ഇതിനെയാണ് പ്രിൻസിപ്പൽ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയുന്നത്. സച്ച് എ നോർമൽ ഫോം ഈസ് കോൾഡ് ദി സം ഓഫ് പ്രൊഡക്റ്റ് കാനോണിക്കൽ ഫോം. Then how a PDNF is different from DNF. The key difference between PDNF and DNF is that in case of DNF, it is not necessary that the length of all the variables in the expression is same. For example, P and Q dash and R plus P and Q and R plus P and Q is an example of the expression in DNF but not in PDNF. But P and Q dash and R plus P and Q and R plus P and Q and R dash is an example of an expression which is both in PDNF and DNF. അപ്പോൾ ഏതൊക്കെ വേരിയബിൾസ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടോ ആ എല്ലാ വേരിയബിൾസോ അല്ലെങ്കിൽ അതിൻ്റെ നെഗേഷൻസോ
അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു PDNF. അതാണ് നമ്മൾ മിൻ ടേംസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. മിൻ ടേംസിലാണ് നമ്മൾ അതുകൊണ്ട് ഏതിൽ യൂസ് ചെയ്യുന്നത്, PDNFൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ആർ എന്ന വേരിയബിൾ കാണാൻ വേണ്ടി ആറോ ആറിൻ്റെ കോംപ്ലിമെൻറ്റോ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ട്, എല്ലാത്തിലും എല്ലാ വേരിയബിൾസും ഉണ്ട്. അതാണ് ലെങ്ത് ഓഫ് ഓൾ ദി വേരിയബിൾസ് ഇൻ ദിസ് എക്സ്പ്രഷൻ ഈസ് സെയിം അല്ലേ. അതാണ് ഒരു PDNFും DNFും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് is an example for this PDNF. How to find the PDNF of negation P or Q. Negation P or Q is equal to, here these two are the statements. So here Q is missing and here P is missing. So we have to include that one as well. So negation P and Q or negation Q or Q and P or negation P. Then we can apply the distributive law. Then negation P and Q or negation P and negation Q or Q and P or Q and negation P. Then this P negation P and Q or negation P and negation Q or P and Q. Here both these are same, Q and negation P, Q and negation P. So there is no need to write it two times. So we ignore the one statement. Okay. So this is a simplified form, or we can say this is a PDNF of negation P or Q. The next one, find the PDNF of negation P or negation Q implies negation P and R. Negation P or negation Q implies negation P and R. So negation of negation P or negation R or negation P and R, we have replaced this implies or implication with negation. Then we have applied this negation. So negation of negation P and negation of negation Q or negation P and R. Then negation of negation P is equal to P. So P and negation of negation is equal to Q. So P and Q or negation P and R. Okay. So here in the first statement R is missing and here Q is missing. So we have to add it. So here P and Q and R or negation R. So R or negation R means what? It is always true or it is equal to 1. So P and Q and 1 is equal to P and Q. So we can simply add this one. Okay. So P and Q and R or R negation R or negation P and R, and here Q is missing. Q and negation Q is missing, so we have to add it. So we use Q or negation Q. Okay. Then the resultant will be like this. അതായത് നമ്മളൊരു PDNF എടുത്ത സമയത്ത് നമ്മൾ PDF ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് അതിനെ DNFൽ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഇംപ്ലിക്കേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എത്തും. ഒരു DNF ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ DNF ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് നമുക്ക് ഏത് വേരിയബിളാണോ മിസ്സിങ് ആയിട്ടുള്ളത് ആ വേരിയബിൾ, അതുപോലെ തന്നെ ആ വേരിയബിളിൻ്റെ നെഗേഷനും. അപ്പോൾ ഏതൊരു വേരിയബിളും അതിൻ്റെ നെഗേഷനും ഓർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഏതൊരു വാല്യൂവിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആ ഒരു വേരിയബിൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക്
അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഒബ്റ്റെയിൻ PDNF for P implies Q and negation of negation Q or negation P. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ P implies Q and negation of negation Q or negation P. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, Q വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നെഗേഷൻ നമുക്ക് ആദ്യം മാറ്റാം. അപ്പോൾ P implies Q and negation of negation P and negation of negation Q ആണ് വരിക. അപ്പോൾ P and Q ആയിട്ട് നമുക്ക് മാറ്റാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു നെഗേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? Q and P കിട്ടി. ആ Q and P ആണ് ഇവിടെ P and Q ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. ദെൻ P implies Q, P and Q. അപ്പോൾ ഇവിടെ Q and P and Q അവിടെ നമ്മൾ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? P and Q കിട്ടും. Q and Q എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? Q തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് മാത്രം എഴുതിയാൽ മതി? P implies P and Q. ഓക്കെ, അതായത് ഇവിടെ Q and P and Q ആണുള്ളത്. Q and P and Q ആണുള്ളത്. അപ്പോൾ അസോസിയേറ്റീവ് ലോ എടുത്തു കഴിഞ്ഞാൽ P and Q. ഓക്കെ, അപ്പോൾ Q and Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q തന്നെയാണ്. അപ്പോൾ P and Q എന്ന് മാത്രം ഇവിടെ എഴുതി കഴിഞ്ഞാലും മതി. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെഗേഷൻ P ഓർ നെഗേഷൻ P and Q ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം ഈ ഇംപ്ലിക്കേഷൻ മാറ്റി. അതിനാണ് നെഗേഷൻ P ഓർ നെഗേഷൻ P ഓർ P and Q കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ അസോസിയേറ്റീവ് ലോ, ദെൻ നെഗേഷൻ P ഓർ നെഗേഷൻ P ഓർ P and Q ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് മതി? നെഗേഷൻ P ഓർ P and Q മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം? ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ PDF-ലാണുള്ളത്, അതായത് സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും മിസ്സിംഗ് ആയിട്ടുള്ള ടേം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ മാത്രമാണ് അതിൽ മിസ്സിംഗ് ഉള്ളത്, അതായത് അവിടെ Q മിസ്സിംഗ് ആണ്. അപ്പോൾ അവിടെ മാത്രം നമുക്ക് Q ഓർ നെഗേഷൻ Q വെച്ച് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ലാസ്റ്റ് എന്ത് കിട്ടി? നെഗേഷൻ P and Q ഓർ നെഗേഷൻ P and നെഗേഷൻ Q ഓർ P and Q. ദെൻ അതിനെ വീണ്ടും മാറ്റിക്കഴിഞ്ഞാൽ നെഗേഷൻ P and നെഗേഷൻ Q ഓർ നെഗേഷൻ P and Q ഓർ P and Qയിലേക്ക് കൺവേർട്ടായി കഴിഞ്ഞു. ഓക്കെ, അത് രണ്ടും സെയിം തന്നെയാണ്, അത് റീഅറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം. We first define formulae which are called max terms. For a given number of variables, the max term consists of disjunctions in which each variable or its negation but not both appears only once. For a given formulae, an equivalent formula consisting of conjunctions of the max terms only is called the principal conjunctive normal form, and this is called product of sums canonical form. For P and Q, P or Q, P or negation Q, negation P or Q, negation P or negation Q. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സ് ടേംസ് ആണ്. അപ്പോൾ മാക്സ് ടേംസ് പറയുമ്പോൾ എന്താണ്? ഓരോ വേരിയബിളും അതിൻ്റെ നെഗേഷൻസും, പക്ഷെ രണ്ടും ഉണ്ടാവില്ല. ദെൻ ആ ഒരു വേരിയബിളിൻ്റെ കേസിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ വേണ്ടി പറ്റും? മാക്സ് ടേംസ്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് സംസ്
കനോണിക്കൽ ഫോം എന്നും പറയുന്നത്. അപ്പോൾ കൺജങ്ഷൻസ് ഓഫ് ദി മാക്സ് ടേംസ് ആണ് ഇതിലുണ്ടാവുക. കൺജങ്ഷൻസ് ഓഫ് ദി മാക്സ് ടേംസ് ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ കൺജങ്റ്റീവ് നോർമൽ ഫോമിൽ ഉണ്ടാവുക. കൺജങ്ഷൻസ് ഓഫ് മാക്സ് ടേംസ്. Then PCNF versus CNF, how it differ? The key difference between PCNF and CNF is that in case of CNF, it is not necessary that the length of all the variables in the expression is same. This is similar to that of PDNF. So here P plus Q and Q dash plus R into P dash plus Q plus R into P plus Q is an example of CNF. But P plus Q dash plus R into P dash plus Q plus R into P plus Q plus R dash is an example of an expression which is both in PCNF and CNF. Why? Because it consists of all the variables or its negations. So the length of all the variables in the expressions are same. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടോ ആ എല്ലാ വേരിയബിൾസും ഈ ഓരോ എക്സ്പ്രഷൻസിൻ്റെയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ PQR ആണ്, അപ്പോൾ PQR അതിൽ ഒന്നുകിൽ ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ നെഗേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് എന്ത് ഒരു PCNF അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ കൺജങ്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. Find principal conjunctive normal form for P or Q and negation P implies negation Q. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? P or Q and negation P implies negation Q. So first we can replace the first implication with the corresponding connectives. So P and negation P O Q and negation P implies negation Q. Then Q and negation P implies negation Q. Negation Q and negation P or negation Q. Then negation Q or negation of negation P or negation Q equal to negation Q or P or negation Q. Then negation Q or P is equal to P or negation Q. അതായത് ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളവിടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഫോം മാറ്റി. ദെൻ ആ ഇംപ്ലിക്കേഷൻ ഫോം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നെഗേഷൻ അപ്ലൈ ചെയ്യാം. നെഗേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നെഗേഷൻ ഓഫ് Q O P O നെഗേഷൻ Q എന്ന് കിട്ടി. അപ്പം നെഗേഷൻ Q 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്കൊരു നെഗേഷൻ അവിടെ ഇഗ്നോർ ചെയ്യാം. നെഗേഷൻ Q ഓർ P അത് തന്നെയാണ് എന്ത് P ഓർ നെഗേഷൻ Q എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ. നെഗേഷൻ P ഇംപ്ലൈസ് R ആൻഡ് Q ഇംപ്ലൈസ് P ആൻഡ് P ഇംപ്ലൈസ് Q. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ P ഓർ R ആൻഡ് നെഗേഷൻ Q ഓർ P ഇംപ്ലൈസ് നെഗേഷൻ P ഓർ Q. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് ഒരേ സമയത്ത് തന്നെയാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ഇംപ്ലിക്കേഷനും അറ്റ് എ ടൈം തന്നെ അവർ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം അവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തുകൊണ്ടത് സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ P O R O Q ആൻഡ് നെഗേഷൻ Q ഈ ഒരു ഫോമിലേക്ക് മാറ്റി ഓരോ ഫോമും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നോർമൽ ഫോംസ്. ഇനി ഈ ഒരു നോർമൽ ഫോംസിനെ നമുക്ക് ടേബിൾ യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കവിടെ മാക്സ് ഫോംസും മിൻ ടേംസും ഇപ്പോൾ മാക്സ് ടേംസ് മിൻ ടേംസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ സപ്പോസ് എസ് implies negation P implies R and Q double implies P. ഇതാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ, സപ്പോസ് ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം അതുപോലെ പ്രിൻസിപ്പൽ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് നമുക്കിത് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് യെസ് negation P implies R and Q double implies P. അപ്പോൾ ഇതിൽ എത്ര വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്? 3 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 3 വേരിയബിൾസും P അതിനൊരു ടേബിൾ വരയ്ക്കുക, Qനൊരു ടേബിൾ വരയ്ക്കുക, ആറിനൊരു ടേബിൾ വരയ്ക്കുക. ദെൻ ഏതിൻ്റെയൊക്കെ നെഗേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്? നെഗേഷൻ P മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നെഗേഷൻ Pക്ക് ഒരു ടേബിൾ വരയ്ക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? നെഗേഷൻ P ഇംപ്ലൈസ് Q, നെഗേഷൻ P ഇംപ്ലൈസ് Qന് ഒരു ടേബിൾ വരയ്ക്കുക. ദെൻ അടുത്തത് Q ഇംപ്ലൈസ് Pക്കൊരു ടേബിൾ വരയ്ക്കുക. അത് കഴിഞ്ഞാൽ എസ്സിനൊരു ടേബിൾ വരയ്ക്കുക. ഇങ്ങനെ ടേബിൾ വരച്ച് കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിന് നമുക്ക് ട്രൂ 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 ഫോൾസ് വെച്ച് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് 2⁸ കോമ്പിനേഷൻസ് എഴുതാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗേഷൻ P ഇംപ്ലൈസ് R, Q ഡബിൾ ഇംപ്ലൈസ് P നമ്മൾ വരച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് രണ്ടും ട്രൂ ആയിട്ട് എഴുതാം. അതായത് നെഗേഷൻ P ഇംപ്ലൈസ് Rഉം Q ഇംപ്ലൈസ് Pയും രണ്ടും സെയിം ആയിട്ട് വരുന്നത് ഏതൊക്കെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടും ട്രൂ ആയിരിക്കുന്നതിൽ നമുക്ക് ട്രൂ കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ട്രൂ വാല്യൂസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് ഇവിടെ എസ് വരച്ചു, അതിനുശേഷം മിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രൂ വാല്യൂ ആണ്. ദെൻ മാക്സ്, അതിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ചെയ്യാം. അതിനുശേഷം നമുക്ക് എസ്സിന് എവിടെയൊക്കെ ട്രൂ കിട്ടുന്നോ ആ ട്രൂ ആയിട്ടുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് P and Q and R എന്നുള്ള കേസിൽ, അതായത് ട്രൂ ആവുന്നതിനൊക്കെ നമുക്ക് ഇവിടെ വാല്യൂ മിൻ ടേംസ് ഉണ്ടാവും, മാക്സ് ടേംസ് ഉണ്ടാവില്ല. ഓക്കെ, ട്രൂ ഉള്ളതിന് മിൻ ടേം ഉണ്ട്, മാക്സ് ടേം ഇല്ല. അപ്പോൾ എന്തൊക്കെയാണോ ട്രൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് P, Q, R ആയിരിക്കും. ഓക്കെ, അതിന് ഫോൾസ് വരുന്നത് എവിടെയാണോ അതിന് നമ്മൾ നെഗേഷൻ കൊടുക്കും. ഇനി എവിടെയൊക്കെയാണോ എസ് ഫോൾസ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വാല്യൂസ് ആയിരിക്കും നമ്മൾ മാക്സ് ടേമിൽ കിട്ടുക. അപ്പോൾ P ഓർ Q ഓർ R അല്ലെ നെഗേഷൻ R, ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് അവിടെ വരിക. അവിടെ മിൻ ടേം എന്തില്ല, മിൻ ടേം കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് പ്രിൻസിപ്പിൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം അതുപോലെ പ്രിൻസിപ്പിൾ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോംസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അതുപോലെ തന്നെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ചെയ്യാം. നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ നോർമൽ ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എന്താ, നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി സിമ്പിളായിട്ട് കിട്ടുന്നത് ഇത്തരം റൂൾസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, so that's all about the normal forms. Thank you.